ഇറങ്ങുന്നു എന്നുള്ള വാർത്ത പ്രേക്ഷകരിലേക്ക് കൂടുതൽ എത്തിച്ചത്. പ്രേക്ഷകരെല്ലാം അത് കണ്ടിട്ട് ഭയങ്കര നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ പ്രോമിസ് ചെയ്തത് ക്വാളിറ്റിയാണ്, അത് ഡെലിവർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നുള്ള ആ ഒരു ഫീഡ്ബാക്കിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഞങ്ങൾക്ക് പ്രേക്ഷകരോടും നിങ്ങളോടുമൊക്കെയുള്ള നന്ദി ഈ ടീമിന്റെ ഭാഗമായിട്ട് ഞാൻ പറയുന്നു. താങ്ക് യു സോ മച്ച്. ബാക്കി നിങ്ങളൊക്കെ കണ്ടോ സിനിമ? എങ്ങനെയുണ്ട്? എന്റെ ഞാൻ പറഞ്ഞിരുന്നില്ലേ 4 പേരോട് പറയണമെന്ന് പറഞ്ഞ. ഓക്കെ, താങ്ക് യു. ശരിയാണല്ലോ, നിങ്ങളാണല്ലോ കൂടുതൽ ആൾക്കാരോട് പറയണം. താങ്ക് യു സോ മച്ച്. എന്നാലും പേഴ്സണലായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം പേഴ്സണലായിട്ട് പറയുന്നതാണ്. ഈ വേർഡ് ഓഫ് മൗത്ത് അത് ഈ ഒരു സിനിമയ്ക്ക് ഗുണം ചെയ്യുമെന്ന് തോന്നുന്നു. Before we start, let me also invite Remya Suvi onto the stage, please. ഇപ്പോഴത്തെ റെസ്പോൺസ് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ആൾക്കാരെ സ്കെയിൽ ചെയ്യണമെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ഒരു പ്രതീക്ഷയില്ലാതെ ആൾക്കാർ തിയേറ്ററിൽ വന്ന്, അല്ലെങ്കിൽ അങ്ങനെ വലിയ ഹൈപ്പ് കൊടുക്കാതെ തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. ഒരു ക്വാളിറ്റി ഉള്ള സിനിമയായിരുന്നു നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത്. ആ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ആ പ്രൊഡക്റ്റ് എത്തിക്കാനും സാധിക്കും. ആ ക്വാളിറ്റി ഓഡിയൻസിനെ തിരിച്ചറിയുന്നതുകൊണ്ട് അവരതിനെ സ്വീകരിക്കുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷം. നെക്സ്റ്റ് നമ്മൾ ചോദിക്കേണ്ട ഇതിന്റെ റൈറ്റർ എടുത്താണ്. ജിൻചേട്ടാ, എങ്ങനെയുണ്ട് ഇതിന്റെ ഒരു ഓവറോൾ ഔട്ട്കം? എക്സ്പെക്ട് ചെയ്ത പോലെ വന്നോ? എങ്ങനെയുണ്ട് ഒരു റിസൾട്ട്സ് ഒക്കെ? തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയാണ് റിസൾട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത്. വിളിക്കുന്ന എല്ലാവരും പറയുന്നത്, ഇന്നൊക്കെ വിളിച്ച ആളുകൾ പറയുന്നത് അവർ 2 ദിവസം വെയിറ്റ് ചെയ്തിട്ട് പോലും എവിടുന്നും ഒരു നെഗറ്റീവ് കമന്റോ ഒന്നും കേൾക്കുന്നില്ല എന്നാണ്. നെഗറ്റീവ് കമന്റ് കേൾക്കാൻ വെയിറ്റ് ചെയ്തിട്ട് കേൾക്കാതെ നിരാശനായി വിളിച്ച ആളുകൾ പറയുന്നുണ്ട്. അപ്പം വളരെ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ പിന്നെ വന്നിരുന്ന് നേരത്തെ തള്ളണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെല്ലാവരും ആ രീതിയിൽ ആ പ്രസ് മീറ്റിൽ, കഴിഞ്ഞ റിലീസിന് മുമ്പുള്ള പ്രസ് മീറ്റിലും മറ്റ് ഇന്റർവ്യൂസിലും ഒന്നും നമ്മൾ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കാതിരുന്നവർ. നമ്മൾ എന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾ തന്നെ കൊല്ലും എന്നറിയാവുന്നതുകൊണ്ടാണ്. അപ്പോ എപ്പോഴും ഞാൻ സ്ക്രീനിൽ കണ്ട് കൊതിച്ച് ഒരു സീരിയലിലൂടെയൊക്കെ കൂടെ ഒന്ന് അഭിനയിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച ഒരുപാട് അഭിനേതാക്കളുടെ കൂടെ ഒരു ചിത്രം ചെയ്യുക എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിനേക്കാളും കൂടുതൽ അത് ജനങ്ങൾ ഇത്രയ്ക്കും നല്ല രീതിയിൽ ഏറ്റെടുത്തു എന്നറിയുന്നത് സന്തോഷം. പറയുന്ന പോലെ എല്ലായിടത്തോളം എനിക്ക് സാറിനെ, ഞാൻ ചെറുപ്പം മുതൽ എനിക്ക് സാറിലൂടെ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളതാണ്. എന്ത് സാർ? ഹർഷ അശോകൻ സാറിന്റെ കൂടെ അല്ല, ഓഫ് കോഴ്സ് എല്ലാവരുടെയും കൂടെ. ഇപ്പൊ ടോവിനോയുടെ കൂടെ ആണെങ്കിലും, ഐ മീൻ ബാബുരാജ് സാർ, ഇഷ്ടംപോലെ ആക്ടേഴ്സ്. ഞാൻ അതെ, നമ്മളൊക്കെ ഇങ്ങനെ സിനിമയിലൊക്കെ എത്തണം എന്നുള്ള ആഗ്രഹത്തോടെ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ കറങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ആഗ്രഹമാണ്. കണ്ടു, ഞാൻ 2 പ്രാവശ്യം കണ്ടു. നന്നായിട്ടുണ്ട് സാർ. എനിക്ക് ഇനിയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഐ എം സോ ഹാപ്പി. പിന്നെ എല്ലാവരും ഇപ്പം ഡിറക്ഷനെ കുറിച്ചാണെങ്കിലും സ്ക്രിപ്റ്റിനെ കുറിച്ചാണെങ്കിലും നമ്മുടെ സിനിമാറ്റോഗ്രാഫി, പിന്നെ ആർട്ട്, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ചും നല്ലതായിട്ട് സംസാരിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആക്ടേഴ്സും അവരവർക്ക് കിട്ടിയ സ്പേസിൽ നിന്ന് അവരവരുടെ ബെസ്റ്റ് കൊടുത്തത് കാണുമ്പോഴത്തേക്കും അതിലേറെ സന്തോഷമുണ്ട്. ഇട്ടിരിക്കുന്ന ഒരുപാട് പേരുടെ പെർഫോമൻസ് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതെന്തെങ്കിലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലർ ആവുന്നതായിരുന്നു. ഞാൻ അത് അവരോട് പേഴ്സണലായിട്ട് പോയി പറയുന്നതായിരിക്കും ആരൊക്കെയെന്ന് വെച്ചാൽ. ബട്ട് സ്റ്റിൽ ഐ എം സോ ഹാപ്പി ആൻഡ് താങ്ക് യു ഓൾ ഫോർ യുവർ സപ്പോർട്ട്. താങ്ക് യു. ഓട്ട് മനു ബ്രോയും അതെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം തിയേറ്ററിലൊക്കെ ലൈവായിട്ട് റെസ്പോൺസ് കാണാൻ പറ്റി. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം കണ്ടു കഴിഞ്ഞ് മനുബ്രോനെ കാണുമ്പോൾ. ഹൗ എക്സൈറ്റഡ് വെയ്യും? തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. പ്രവർത്തന പറഞ്ഞ പോലെ വലിയ സിനിമകളിൽ മുഴുനീള കഥാപാത്രം അഭിനയിക്കുന്നതിനേക്കാൾ എത്ര ഭേദമാണ് വലിയ സിനിമകളിൽ ചെറിയ 1-2 സീനിൽ വന്നു പോകും. അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഫസ്റ്റ് ഡേ കണ്ടു പോയിട്ടാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ പറയുന്ന ആൾക്കാരനാണ്. ടൊവിനോ പോലീസ് ബസ്സിൽ വരുമ്പോൾ അതൊരു പ്രത്യേക ലുക്ക് തന്നെയാണ്. ഞങ്ങൾ തൃശ്ശൂർ സ്ലാങ്ങിൽ പറയുകയാണെങ്കിൽ. അതുപോലെ തന്നെ എനിക്ക് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ചെയ്യുമ്പോൾ ഞാൻ കഥ പോലും ഞാൻ ചോദിച്ചിട്ടില്ല. എന്റെ അൽറ്റിമേറ്റ് ടൊവിനെ കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ ഏറ്റവും ആദ്യം ഞാൻ താങ്ക്സ് പറഞ്ഞു രാജേന്ദ്രനോട് പറഞ്ഞു. താങ്ക് യു സോ മച്ച് ജിൻചേട്ടാ. താങ്ക് യു.
സിനിമ ആണ് ഭയങ്കര നല്ല റെസ്പോൺസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ താങ്ക്സ് സോ മച്ച്. ഓക്കെ, അല്ല പ്രായതല്ല, കുറച്ചും കൂടെ നല്ല പ്രായമുണ്ട്. ഓക്കെ കിട്ടി. ഓക്കെ ഓക്കെ ഓക്കെ. സോ വിഷ്ണുവിടെ എന്തെങ്കിലും കോമഡി ഉണ്ടായിരുന്നു കേട്ടോ. വിഷ്ണു, ഇത് സ്പോയിലർ അല്ല, എല്ലാവരും മൂവി കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ ഒരു ചേച്ചി വന്നിട്ട് ചോദിച്ചു, മോനെ ട്രെയിൻ എത്തിയപ്പോ വേറെ എടുത്തോ, ട്രെയിൻ എത്തിയപ്പോ വേറെ എടുത്തോ. ഇല്ല ചെറിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, സോ വാട്ട് ഡു യു വിഷ്ണു? താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് വിഷ്ണു ചിവാരി. എൻ്റെ ആദ്യത്തെ റിലീസാണ്. സോ എന്താ പറയേണ്ടത്, വളരെ ഹാപ്പിയാണ്. ഐ ഡോണ്ട് നോ വാട്ട് ടു സേ. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ഓൾ ഓഫ് യു. ഇത്രയും ആളുകളോട് ഒന്നാമത് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി, സ്റ്റേജിൽ ഇരിക്കാൻ പറ്റി എന്നൊക്കെ തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ബോണസാണ്. സോ ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് എൽസ് ടു ആസ്ക്. ഇത് തന്നെ എന്ത് സംഭവിച്ചാലും ഫ്രം ഹിയർ ഇസ് ഓൾ ബോണസ് ഫോർ മീ. ആൻഡ് നല്ല റിവ്യൂസ് മാത്രമേ കേൾക്കുന്നുള്ളൂ ഇതുവരെ. വീട്ടുകാരായാലും ഫ്രണ്ട്സ് ആയാലും എല്ലാവരും വിളിച്ചു, സിനിമ നല്ലതായിട്ടുണ്ട് പറഞ്ഞു. സോ ഓൺ ക്ലൗഡ് 9 റൈറ്റ് നൗ. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. നോ വറീസ്. അപ്പൊ എങ്ങനെയുണ്ട് ഈ ഒരു എക്സൈറ്റ്മെന്റ് മൂവി കണ്ടു കഴിഞ്ഞ ശേഷം? തിയേറ്ററിൽ പെർഫോമൻസിനെ എല്ലാവരും എന്താ പറയാ, റിയലി അപ്രീഷിയേറ്റ് ചെയ്തു. ആ എക്സൈറ്റ്മെന്റിൽ തന്നെയാണ് ഞാനിപ്പോഴും ഇവിടെ ഇരിക്കുന്നത്. ഗംഭീര അഭിപ്രായമാണ്. അതുപോലെ എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് വളരെയധികം ഭയങ്കര അപ്രിസിയേഷൻ ഉണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് വർഷങ്ങളായി സിനിമയിൽ ഒരുപാട് പടങ്ങളായി ചെയ്തിട്ട് എൻ്റെ മക്കൾ ഇന്നലെ സിനിമ കാണാൻ പോയി. അവർ തിരിച്ചു വരുമ്പോൾ സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് ആയിട്ടാണ് വന്നത്. ബാബുജി ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എന്തായാലും സത്യത്തിൽ കണ്ണു നിറഞ്ഞു പോയി. അങ്ങനെ ഒരു അനുഭവം എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. അതിന് പ്രധാന കാരണക്കാരൻ ഇതായിരിക്കുന്നു ജിനു ആണ്. വളരെ നിർബന്ധപൂർവവും അതോടൊപ്പം തന്നെ എന്നോട് കഥ പറയുന്ന സമയത്ത്, കടുവയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് സാരിക്കേട്ടനായിരുന്നു ഈ ക്യാരക്ടർ ചെയ്യുന്നത്. അത് ഞാൻ മനസ്സിലുറപ്പിക്കുന്നു, പിന്നെ ഡയറക്ടറും മറ്റുള്ളവരെല്ലാവരും തീരുമാനിക്കണം. പക്ഷെ ജിനു വാക്ക് വലിച്ചു. അത് ജിനുവിനോട് കാര്യം പറഞ്ഞു, 100% കട്ടയ്ക്ക് ഞങ്ങൾ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞു. ഞാൻ 101% കട്ടയ്ക്ക് കൂടെ നിന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അതോടൊപ്പം തന്നെ ജിനു ഒരു വാക്ക് ഇന്നലെ പറഞ്ഞു, ചേട്ടാ ഈ പടം ഹിറ്റാണെങ്കിൽ, ചേട്ടന് ഈ പടത്തിന് നല്ല അഭിപ്രായം വരികയാണെങ്കിൽ എനിക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാന്ന് പറഞ്ഞു. അതിപ്പോ എനിക്ക് വേണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഇപ്പൊ ഇവിടെ രണ്ടുപേരും കോമ്പറ്റീഷൻ ആണ്, ആരോട് ലാസ്റ്റ് ചോദിക്കണം. സോ ലെറ്റ് മീ ആസ്ക് അനക്ക എങ്ങനെയാണ്, ഹൗസ് യുവർ എക്സ്പീരിയൻസ്? ഞങ്ങളൊന്ന് സസ്പെൻസ് ആക്കി വെച്ച ഒരു ക്യാരക്ടറായിരുന്നു. ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ടാണ് റിവീൽ ചെയ്തത്. ഒരു എക്സൈറ്റ്മെന്റ് ഹൗസ് എല്ലാവരും അതാണ് വിചാരിച്ചില്ല ഞാൻ ഉണ്ടാവും. അതും ഇങ്ങനൊരു ലുക്കിൽ ഈ ഒരു പീരിയോഡിക് പടത്തിൽ തന്നെ പ്രതീക്ഷിക്കില്ല ആരും. സോ എനിക്കും അതാണ്. ഫോർ മീ ദിസ് പ്രോജക്റ്റ് ഇസ് വെരി സ്പെഷ്യൽ ബിക്കോസ് സംതിങ് വിച്ച് ഐ ബ്രോട്ട് ലൈക്ക് ടൈപ്ഡ് ആയിരുന്നിരുന്ന ഒരു ക്യാരക്ടറിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് ഒരു 80s പീരിയോഡിക് പടത്തിൽ ഭാഗമാവെന്ന് പറഞ്ഞാൽ ഐ നെവർ തോട്ട് ഐ കുഡ് പുൾ ഇറ്റ് ഓഫ്. താങ്ക്സ് ടു ഡാവൽ. എനിക്ക് ഇടയ്ക്കൊന്ന് കോൺഫിഡൻസ് ഒക്കെ പോയിട്ടുണ്ടെങ്കിലും ഹി ബ്രോട്ട് ഇറ്റ് ബാക്ക് ഫോർ മീ. സോ ഇത്രയും എല്ലാവരും പറഞ്ഞ പോലെ ഇത്രയും വലിയൊരു കാസ്റ്റും നല്ല വലിയൊരു ടീമും ഇത്രയും നാളെടുത്ത് ഷൂട്ട് ചെയ്തതിൻ്റെ ഒരു ഭാഗം അതിൻ്റെ ആ വാല്യൂ ഉണ്ട് ഈ വർക്കിന്. സോ ഐ എം റിയലി ഹാപ്പി. സോ താങ്ക്സ് ടു എവരി വൺ. Okay, and finally to the youngest but the most എന്താ ഞങ്ങളിവിടെ കട്ടയ്ക്ക് നിൽക്കുന്ന സ്ട്രോങ്ങസ്റ്റ് പിന്നെ യങ്ങസ്റ്റ് എന്നാണ് നമ്മളെ കണ്ടു തേജസ്വിനി. ഹായ്, എൻ്റെ പേര് തേജസ്വിനി പ്രവീൺ. എനിക്ക് ഇവരോട് വർക്ക് ചെയ്ത് ഇറ്റ് വാസ് സോ ഫൺ. നല്ല രസമാണ് എന്നോട് വർക്ക് ചെയ്യാൻ. ആൻഡ് ഐ എം റിയലി ഹാപ്പി. നല്ല റിവ്യൂസും എൻ്റെ റിലേറ്റീവ്സും എൻ്റെ ഫ്രണ്ട്സും എല്ലാം കണ്ടിട്ട് പറഞ്ഞു ഇറ്റ് വാസ് ദ മൂവി ഓവറോൾ വാസ് ലൈക്ക് സോ ഗുഡ്. ആൻഡ് ടൊവിനോ ചേട്ടനോട് വർക്ക് ചെയ്യാൻ ഇറ്റ് വാസ് സോ കംഫർട്ടബിൾ. ആൻഡ് അനഘ ചേച്ചി, വിഷ്ണു ആൻഡ് എവരിവൺ വാസ് സോ ഫൺ ടു വർക്ക് വിത്ത്. ആൻഡ് ഐ എം താങ്കിങ് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി. താങ്ക് യു. Thank you so much the whole group. It was awesome. In നമ്മളുടെ next we'll open up for the press meet. ഒറ്റ സെക്കൻഡ്. നമ്മുടെ ഈ സിനിമയിൽ പ്രവർത്തിച്ച ഗൗതം, അവൻ ഒരു പരാതി പറഞ്ഞിട്ടുണ്ട്. കുറെ പേര് അവന്റെ പേരിന് പകരം വേറെ പേരാണ്
DOP എന്ന് പറഞ്ഞിരുന്നത്. ഇത്രയും നന്നായി ചെയ്തിട്ട് എന്റെ പേരും കൂടെ ഒന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുത്തോളൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ പറയുന്നതാണ്. ഗൗതമാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ഗൗതമാണ്. ഞാൻ ഗൗതമിന്റെ കൂടെ കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ട്. തീവണ്ടിയില് ഗൗതമായിരുന്നു ഒരു സിനിമാറ്റോഗ്രാഫർ. കൽക്കി. പക്ഷെ ഗൗതം ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുള്ള ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഈ സിനിമയില് അവരുടെ പേര് മാറി വായിക്കില്ലേ? അത് ഗൗതം ശങ്കറാണ് ചെയ്തിരിക്കുന്നത്. It is Gautam. Gautam, yes. Okay, so before we celebration of Anveship Kandatham, movie is running successfully in theaters. ആരെങ്കിലും കാണാതെ ഡെഫിനറ്റ് ആയിട്ട് പോയി കാണാം. ഒരു കൈയടി, റൗണ്ട് ഓഫ് അപ്ലോസ് പ്ലീസ്. Anveship Kandatham, the whole team. Anveship Kandatham successfully running in theaters from Feb 9th. Hopefully എല്ലാവരും കണ്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. So thank you so much for joining us. Thank you so much for joining this success meet. എല്ലാ മീഡിയ ഫ്രണ്ട്സിനും യു ഷുഡ് ഡെഫിനറ്റ്ലി സ്പ്രെഡ് ദ വേർഡ്. കാണാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് പോയി കാണുക. ഞാൻ ഗ്യാരണ്ടി പറയുന്നു, ഒരു ടിക്കറ്റ് എടുത്താൽ 2 സ്റ്റോറീസ് നിങ്ങൾക്ക് കാണാം. അതാണ് ഗ്യാരണ്ടി. സോ ഡെഫിനറ്റ് ആയിട്ട് ഗോ വാച്ച് ദ മൂവി. So Anveship Kandatham is running successfully in theaters. എല്ലാവരും പോയി. Nazirka, thank you so much for joining us. Thank you. Nazirka, ചെറിയ വിളി. ഇത് എങ്ങനെയുണ്ട് ഈ എക്സൈറ്റ്മെന്റ്? നസീർക്ക ഇന്നലെ പടം കണ്ടു, ഞങ്ങൾ എല്ലാവരും ഒരു. സോ എങ്ങനെയുണ്ട് റെസ്പോൺസ് ഓഡിയൻസിന്റെ? സന്തോഷം. ഇത്രയും നല്ല ഒരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ. ഞാൻ അതിനു മുമ്പ് കുറേ പോലീസ് വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്തിട്ടുള്ള ആ പോലീസ് വേഷങ്ങളിൽ ഏറ്റവും നല്ല ക്യാരക്ടറാണ് എനിക്ക് കിട്ടിയത്. സിനിമ കണ്ട് ഒരുപാട് പേര് നന്നായിരുന്നു അഭിപ്രായം പറയുന്നു, വിളിക്കുന്നു. അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. സംവിധായകൻ ഡാർവിനും ഡോൾവിനും അതേപോലെ തന്നെ ജിനു എബ്രഹാമിനും ടോബിക്ക് എല്ലാവർക്കും, ഇതിൻ്റെ മിഡിൽ റോൾസ് എല്ലാ ക്രൂസിനും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനിയും ഇതുപോലെയുള്ള നല്ല വേഷങ്ങൾ നിങ്ങൾക്ക് തരാം. ഞാൻ നന്നാക്കി ശ്രമിക്കാം. Thank you so much, Ata. So we are opening the Q&A. ഇഷ്ടംപോലെ ത്രില്ലർ സിനിമകൾ വന്നിട്ടുണ്ട്. ഗംഭീരമായ ത്രില്ലർ സിനിമ മലയാളത്തിൽ ഇറങ്ങി. എന്താണ് ഞാനിതിൽ എക്സ്പെരിമെന്റ് ചെയ്തിരിക്കുന്ന, എന്താണ് ഇതിനകത്ത് പുതുതായിട്ടുള്ള കാര്യമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പുതുമയുള്ള തിരക്കഥയാണ്, വ്യത്യസ്തമായ തിരക്കഥയാണ് എന്ന് പറഞ്ഞത് അത് കൊടുത്തൊരു ഇന്റർവ്യൂ മാത്രമാണ്. റിലീസിന്റെ തലേദിവസം വൈകുന്നേരം കൊടുത്തൊരു ഇന്റർവ്യൂവിലാണ് പറഞ്ഞത്. ഈ സിനിമയിൽ തിരക്കഥയിൽ ചില പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഈ സിനിമയിലുള്ള എക്സൈറ്റ്മെന്റും എൻ്റെ ഭയവും. ഇപ്പം ആ എക്സൈറ്റ്മെന്റിന് ഫലമുണ്ടായി, ആ ഭയം പൂർണ്ണമായിട്ട് മാറി. ശരിക്കും ഇതൊരു പരീക്ഷണം തന്നെയായിരുന്നു തിരക്കഥയിൽ. ഞാൻ എന്തുകൊണ്ടൊരു അടുത്തൊരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ എഴുതണം എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഈ തിരക്കഥയിലെ ഈ പുതുമ എന്ന് പറയുന്നത്. അത് വിജയിച്ചു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിന്റെ തലേദിവസം നമ്മളങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചൊന്നുമല്ലായിരുന്നു. ഞങ്ങൾ വളരെ കാഷ്വലായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. കാര്യം ഞങ്ങൾക്ക് ചെയ്തു വെച്ചിട്ടുള്ള പടത്തിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്നാൽ അത് ഇപ്പോഴത്തെ കാലത്ത് ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ടുള്ള മാസ് എലിവേഷൻ സീനുകളോ അങ്ങനെ പറയേണ്ട ഒരു കഥയാണ് ഇതെന്ന് തോന്നിയിട്ടുമില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ ഉദ്ദേശിച്ചത് എങ്ങനെയാണോ അതേപോലെ തന്നെ പ്രേക്ഷകർക്ക് അത് മനസ്സിലാവുകയും അവർക്ക് അതേ രീതിയിൽ തന്നെ ഈ സിനിമയെ സ്നേഹിക്കാനും പറ്റി എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, കുറച്ച് സ്ലോ ആയി പോയാലൊക്കെ പ്രകൃതി പടം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് പറഞ്ഞത് സോപ്പോൾ അതുപോലൊന്നും അല്ലാതെ
പ്രകൃതിപ്പടമാണോ അല്ലെങ്കിൽ ഈ മാസ് മസാല എന്റർടൈനർ ആണോ എന്തോ ആണോ, സിനിമ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാൽ അത് നല്ല സിനിമയും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് മോശം സിനിമയും, അത്രയും. അല്ലാതെ ഇതിന്റെ വേറെ ക്ലാസിഫിക്കേഷനുകളെക്കാളൊക്കെ ഞാൻ കാണുന്നത് അങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഭയങ്കര സന്തോഷമാണ് ഇതിന്റെ ഈ സിനിമ എങ്ങനെയാണോ അങ്ങനെ ഈ സിനിമേനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇവിടുത്തെ പ്രേക്ഷകർക്ക്, ആ സിനിമനെ ഇഷ്ടപ്പെടാൻ പ്രേക്ഷകർക്ക് പറ്റിയെന്ന് പറയുന്നത് വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. ഇനി അങ്ങനെ ഒരുപാട് ഗിമ്മിക്കുകളെയോ അല്ലെങ്കിൽ ഭയങ്കര അങ്ങനെ സിനിമാറ്റിക് മാസ് എലിവേഷൻ പരിപാടികളോ ഇല്ലാതെയും ഇവിടെ സിനിമകൾ മുന്നോട്ട് പോവാം, നമുക്ക് ഇഷ്ടമുള്ള പോലത്തെ വേറെയും സിനിമകൾ ചെയ്യാം, പലതരം സിനിമകൾ ചെയ്യാം എന്നുള്ളതിന്റെ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നുള്ള ഒരു എന്താ പറയുക അഷ്വറൻസ് ആണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഞാൻ ഏതോ ഒരു റൈറ്റപ്പിൽ, ഈ സിനിമയുടെ റൈറ്റപ്പിൽ ഒരു വരി എനിക്ക് ഈ സിനിമയ്ക്ക് പറ്റിയ ആപ്റ്റ് ആയിട്ടുള്ളൊരു വരിയായിട്ട് തോന്നി. അങ്ങനെ സൈക്കോ കില്ലറോ വലിയ രക്തച്ചൊരിച്ചിലോ ഇതൊന്നും മോശമാണെന്നല്ല, ഇതൊക്കെ ഞാനും ചെയ്തിട്ടുള്ള സിനിമകളിലൊക്കെ ഉണ്ട്, അതൊന്നും മോശമല്ല. പക്ഷെ അടുപ്പിച്ച് കുറച്ചെണ്ണം കാണുമ്പോൾ രക്തച്ചൊരിച്ചിലോ അല്ലെങ്കിൽ സൈക്കോ കില്ലറോ ഒന്നും ഇല്ലാത്ത ഒരു സിനിമ, ഒരു ത്രില്ലർ സിനിമ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഇന്നലെ ഞാൻ പത്മ തിയേറ്ററിൽ ഷോയ്ക്ക് ഉച്ചയ്ക്ക് 12 മണി ഷോ കഴിയാൻ നേരം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഞാൻ കൂടുതൽ കണ്ടത് ഫാമിലീസിനെയാണ്. അപ്പൊ ആ ഫാമിലീസിനെ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അവരോടനെ ചോദിക്കുന്നത് 2ാം ഭാഗം ഉണ്ടോ എന്നുള്ളതാണ്. 2ാം ഭാഗം ഉണ്ടോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷെ ഞാൻ പറയണെന്ന് വെച്ചാൽ എവിടെയോ ഈ ക്യാരക്ടേഴ്സിനോട് കണക്ട് ചെയ്യാനും എന്താ ഈ പറയുന്ന ഭയങ്കര രക്തചൊരിച്ചിലൊന്നും ഇല്ലാതെ എൻജോയ് ചെയ്യാനും ഫാമിലീസിന് ഇഷ്ടപ്പെടുന്ന ഒരു ത്രില്ലർ സിനിമ എന്ന് പറയും. കുറെ നാളായില്ലേ നമ്മളിപ്പോ, ഞാനാണെങ്കിലും ഒരു ത്രില്ലർ സിനിമ എന്ന് പറയുമ്പോഴോ ഒക്കെ വയലൻസിനെ മാറ്റി നിർത്താനൊക്കെയായിട്ട് ഭയങ്കര പാടാണല്ലോ. പക്ഷെ ഇത് അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു ത്രില്ലർ സിനിമ ഫാമിലിക്ക് കാണാൻ പറ്റുന്നത് എന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോൾ ഇതിന്റെ ഈ സിനിമയുടെ പ്രേക്ഷകരെന്ന് ഞങ്ങൾ കരുതിയതിനേക്കാൾ ഒരു വലിയ സ്പെക്ട്രം കൂടെ ഓപ്പൺ ആയതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് സന്തോഷം. റെസ്പോൺസിബിൾ ആണ് എപ്പോഴും. കാര്യം സിനിമയിൽ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി കാണിക്കണ്ടേ. നമ്മളെ സിനിമയിൽ നിലനിൽക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും സിനിമയിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ തിരിച്ച് നമ്മുടെ ഭാഗത്ത് നിന്ന് ആ റെസ്പോൺസിബിലിറ്റി കാണിക്കണ്ടേ. നമ്മുടെ സിനിമകൾ കാണാനായിട്ട് കൂടുതൽ ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്ന സമയത്ത് അടുത്ത തവണ വരുന്ന ആൾക്കാർക്ക് നമുക്ക് ഇതുവരെ ചെയ്തിട്ടുള്ളതിനേക്കാളും ബെറ്റർ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റി എന്തായാലും നമ്മുടെ മനസ്സിൽ എപ്പോഴും ചിന്തയിലും എനിക്കൊന്ന് മിക്കവാറും എല്ലാ കലാകാരന്മാരുടെയും മനസ്സിൽ അല്ലെങ്കിൽ കലാകാരിമാരുടെയും ജസ്റ്റ് ഞാൻ എല്ലാവരുടെയും മനസ്സിൽ കലയുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെയും മനസ്സിലുണ്ടാവുന്നതാണ് തോന്നുന്നത്. ഒരു സിനിമ ഞാൻ ഈ നടുക്കന്റെ തുമ്പി കണ്ടെത്തും. അപ്പൊ അതിന്റെ ഒരു ഹോംവർക്ക് അല്ലെങ്കിൽ ഈ ഒരു കഥാപാത്രം ഇങ്ങനെയാണ് എന്നുള്ള ഒരു കൃത്യമായൊരു നമ്മൾ തന്നെ സ്വയം നവീകരിക്കുക, അതുണ്ടായിരുന്നു ഈ ഹോംവർക്ക് ഉണ്ടായിരുന്നു. അത് എല്ലാ ദിവസവും സ്വയം നവീകരണം നടത്തുന്നുണ്ട്. കാര്യം എനിക്ക് ഞാൻ പറഞ്ഞ പൊതുവിൽ എന്റെ എല്ലാ ദിവസവും ഞാൻ എന്നെ സ്വയം നവീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ തലേ ദിവസം നമ്മള് ഞാനും ജിൻജോനുണ്ടായിരുന്നു, ഡാനുണ്ടായിരുന്നു, ഡോൾവിനും ഉണ്ടായിരുന്നു. നമ്മൾ ഇരുന്നിട്ട് ഈ സിനിമയിൽ ഈ കഥാപാത്രം എങ്ങനെ നിൽക്കണം നടക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഉറപ്പിച്ചതിന് ശേഷമാണ് ഉറങ്ങാൻ പോകുന്നത്. പിന്നെ നിരന്തരമായിട്ട് ഈ സിനിമയില് ഞങ്ങൾ ഡിസ്കഷൻസിൽ ഇരിക്കുമ്പോഴൊക്കെ എന്തായിരിക്കും ഈ ക്യാരക്ടറിന്റെ മാനസികാവസ്ഥ, സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും അത് കിട്ടുമായിരുന്നു. ക്യാരക്ടറിന്റെ മാനസികാവസ്ഥ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിലെ സിറ്റുവേഷൻസിൽ എന്തൊക്കെ ഇയാളുടെ മനസ്സിലൂടെ പോയേക്കാം എന്നുള്ള ഒരു ഊഹം എനിക്കുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് സംസാരിച്ചപ്പോൾ ഈ കഥയിൽ നമ്മൾ പറഞ്ഞിട്ടില്ലാത്ത കുറെ കാര്യങ്ങൾ ആഡ് ഓൺ പോലെ എനിക്ക് ഇടാറും പറഞ്ഞു. ചിലപ്പോ ഈ സിനിമയിലെ ആദ്യത്തെ ഭാഗങ്ങളിൽ കാണിക്കുന്ന ബൈക്കൊന്നും ഇപ്പില്ല, അത് ചിലപ്പോൾ വിറ്റിട്ടുണ്ടാവും അയാൾ. അത് വിറ്റിട്ടായിരിക്കും ചിലപ്പോ ആ 4 പോലീസുകാരും കുറച്ചു നാളത്തെ കാര്യങ്ങളൊക്കെ നടന്നത്. അതുകൊണ്ടാണ് രണ്ടാമത്തെ തവണ കാണുമ്പോൾ ഈ 4 പോലീസുകാരിൽ കുറച്ചുകൂടെ അടുപ്പം കൂടുതലുണ്ട് പഴയതിനേക്കാളും, കുറച്ചുകൂടെ കാഷ്വലാണ്. അപ്പൊ ഇങ്ങനെ നമ്മള് സിനിമയില് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടില്ലാത്ത ഇവരുടെ പേഴ്സണൽ ലൈഫ് വരെ ഞങ്ങളുടെ ഡിസ്കഷൻസിൽ ഉണ്ടായിരുന്നു. അതിന്റെ റിഫ്ലക്ഷൻസ് ഈ പറഞ്ഞ 2 കാലഘട്ടത്തിൽ ഒരു 6 മാസത്തെ ഡിഫറൻസ് ഉള്ളൂ, പക്ഷെ അതിലും കാണിക്കാനായിട്ട് അങ്ങനെ ഞങ്ങളൊരു ബാക്ക് സ്റ്റോറി എല്ലാ ക്യാരക്ടേഴ്സിനും ഒക്കെ ഉണ്ടായിരുന്നു. ചേട്ടാ, ഇതില് മെൻഷൻ ചെയ്യുന്ന കുറച്ച് അന്ന് ചർച്ച ചെയ്യപ്പെട്ടിരുന്നതും ഇന്നത്തെ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന കുറച്ച് വാക്കുകളുണ്ട്, അല്ലെങ്കിൽ ഇതിൽ നിന്നാണ് ഈ കൊലകളെല്ലാം സംഭവിക്കുന്നത്. അപ്പൊ അത് മെൻഷൻ ചെയ്താൽ സ്പോയിലർ ആകുമെന്ന് കരുതിയിട്ട് അത് മെൻഷൻ ചെയ്യുന്നില്ല. ചേട്ടാ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം കഥയിലോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾ എപ്പോഴും പ്രൊമോഷൻ ചെയ്യുന്നത് ക്രൈം ത്രില്ലർ എന്ന രീതിയിൽ തന്നെയാണ്. ഈ പറഞ്ഞ പർട്ടിക്കുലർ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നില്ല, പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സിനിമകൾ വന്നിട്ടുമുണ്ട്. അപ്പോൾ റൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ന സബ്ജക്റ്റ് സംസാരിക്കല്ല, ഇതൊരു ക്രൈമാണ്, അതിന്റെ ബേസിലുള്ള സ്റ്റോറിയാണെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അല്ല, ഇതിപ്പം
താങ്കൾ എന്നോട് ഈ ചോദ്യം ചോദിച്ചത് തന്നെയാണ് അതിൻ്റെ ഉത്തരവ്. ഇത് നിങ്ങൾ സംസാരിക്കേണ്ട കാര്യമാണ്. നമ്മളിതിനെ ഒരു ക്രൈം ത്രില്ലർ എന്ന് പറഞ്ഞ് പ്രസന്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് നമ്മൾ അതിനകത്ത് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ അത് ആ കാലഘട്ടത്തിലുമുണ്ട്, അത് അതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് മാറാതെ നിൽക്കുന്നു എന്നുള്ളത് ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്, ഇത് കാണുന്ന ഓഡിയൻസ് മനസ്സിലാക്കേണ്ടതായ കാര്യമാണ്. ശരിക്കും ഞങ്ങളത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നതിനേക്കാൾ അത് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് സന്തോഷം തരുന്നതും നമ്മളുടെ പ്രോഡക്റ്റ് വർക്കായി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ചോദ്യം. അതുകൊണ്ട് അത് കാണുന്ന ആളുകളുടെ മനസ്സിൽ ആ ഒരു പെയിനുമായിട്ട് ഇതൊക്കെ അന്നും ഉണ്ടല്ലോ, ഇപ്പോഴും ഉണ്ടല്ലോ, നാളെയും ഉണ്ടാകുമല്ലോ എന്ന ആശങ്കയോടുകൂടി നിൽക്കുന്നതാണ് അതിനകത്ത് പറയാതെ പറയുന്ന ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. അത് കിട്ടിയെന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. കണ്ടിറങ്ങിയ പ്രേക്ഷകരെല്ലാം പറഞ്ഞ ഒരു കമന്റ് എന്താ പറയാ, കണ്ണൂർ സ്കോഡിന് ശേഷം നല്ലൊരു സ്കോഡ് അല്ലെങ്കിൽ നല്ല പോലീസ് സിനിമ കണ്ടിറങ്ങി കിട്ടിയാണ്. ഇത് പടം എൻഡ് ചെയ്യുന്നത് അങ്ങനെ ഒരു ഇതിലാണ്. കാരണം ഇനിയും ഒരു നല്ലൊരു കേസിന് വേണ്ടി ആ സ്കോഡ് വെയിറ്റ് ചെയ്യുന്നത്. ഒരു രണ്ടാം ഭാഗം പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാമോ? ജോലി ചേട്ടൻ എന്താ പറഞ്ഞു, പ്രതീക്ഷിക്കാമോ? അങ്ങനെ ഒരു പ്ലാനും ഞങ്ങളെ മനസ്സിൽ ഇപ്പൊ ഇല്ല. ഇപ്പൊ ഇന്നലെ ഒരു തിയേറ്ററിൽ പോയപ്പോ തിയേറ്ററിൽ നിന്ന് പ്രേക്ഷകരാണ് പറഞ്ഞത് രണ്ടാം ഭാഗം. ഞാനത് വെറുമ്പോക്ക് പറഞ്ഞില്ല, നിങ്ങൾ പറഞ്ഞാൽ വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാന്നല്ലാതെ അതിനെപ്പറ്റി ചിന്തിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി ആ സസ്പെൻസ് വേണ്ട, നമ്മൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും രണ്ടാം ഭാഗം ഉണ്ടാവും. അത് എല്ലാരും ചെയ്യേണ്ടത്. ഡയറക്ടറാണ് സാറിന്റെ ആദ്യത്തെ സിനിമയാണ്. ഇതുവരെയും ആരെയും അസിസ്റ്റ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് സിനിമ ഇത്രയും വലിയൊരു ക്രൂവിന്റെ കൂടെ. ഇവൻ അങ്ങനെ പറഞ്ഞോ? അസിസ്റ്റ് ചെയ്തിട്ടില്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇറക്കി വിടുവാ. അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അപ്പം ആദ്യത്തെ സിനിമ തന്നെ ഇത്ര വലിയ ക്രൂവിന്റെ കൂടെ ഇതുപോലെ ഒരു സ്റ്റോറി ആയിട്ട് വരാനായിട്ടുള്ള ഒരു ധൈര്യം എവിടുന്നാണ്? എത്ര പടം അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്? 4 പടം അസിസ്റ്റ് ചെയ്യുന്നത് ഞാൻ. അതില് ജോണിയാൻഡി സാറിന്റെ കൂടെ പയ്യ എന്ന് പറഞ്ഞൊരു മൂവി, പിന്നെ ജിൻ സാറിന്റെ കൂടെ തന്നെ ആദം ജവാൻ എന്ന് പറയുന്ന മൂവി, പിന്നെ ഹാപ്പി സർദാർ, പച്ച, അങ്ങനെ 4 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ ചെയ്തിട്ടില്ലാന്ന്. ജോലി എനിക്ക് മനസ്സിലായത് ഈ സിനിമ ചെയ്യാൻ സബ്ജക്ട് തന്നെയാണ്. നമ്മൾ ആദ്യമായിട്ടൊരു സിനിമ നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാന്ന് പറയുന്നത് അതിന്റെ സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പൊ അത് കേട്ടപ്പോൾ ഒരു 80s 90s ഒരു സിനിമ, ഒരു ഡയറക്ടർ സബ്ജക്ട് നമുക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് തോന്നി. പിന്നെ ഒരു ഡയറക്ടർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സിനിമ ഉണ്ടെന്നുള്ളൊരു ഫീൽ ഉണ്ടായി. അപ്പം ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാനായിട്ടുണ്ടായ ഇൻസ്പിറേഷൻ. ഒരു നല്ല സിനിമ ചെയ്യാന്നുള്ള ആഗ്രഹത്തിലാണ് ഇത് നമ്മൾ ചെയ്യാനായിട്ട് വന്നത്. അതായിരുന്നു ഈ സിനിമയിലുണ്ടായിരുന്ന നമ്മുടെ ഇൻട്രസ്റ്റ്. ഈ സാധാരണ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയിൽ ഒരു പോലീസ് കഥാപാത്രം മെയിൻ ക്യാരക്ടറായിട്ട് വരുമ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിരുന്നതൊക്കെ ഒരു സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ പകുതി ആകുമ്പോഴേക്കും ഒരു മെയിൻ കേസ് വരും, പിന്നെ ഫുള്ള് ആ ഒരു കേസാണ്.